Hi everyone, I'm Shani Dharmish from Learnwise. Learnwise കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന് പറയുന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ വളരെ യുണീക്ക് ആയ വളരെ സ്പെഷ്യൽ ആയ ഒരു ലേൺവൈസ് ഫീച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ എക്സാം പീഡിയ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് ഒരു ചോദ്യം അതിന്റെ ഉത്തരം നൽകുന്നതിനുപരി ഒരു ചോദ്യത്തിന് എങ്ങനെ അതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം, എങ്ങനെ അതിനെ കൃത്യമായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ട്രെയിനിങ് ആണ് പ്രധാനമായിട്ടും എക്സാം പീഡിയ നമുക്ക് നൽകുന്നത്. എന്നാൽ എക്സാം സ്പെഷ്യൽ ഗൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഇപ്പൊ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ ജോലിപരമായിട്ടുള്ള ഒരുപാട് തിരക്കുകൾക്കിടയിലായിരിക്കും ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എല്ലാ ഫീച്ചേഴ്സും ലേൺവൈസിന്റെ എല്ലാ സ്റ്റഡി ഫീച്ചേഴ്സും ഫോളോ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്ന ഒരുപാട് പേടികളുണ്ട്. അയ്യോ, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് എക്സാം പാസ്സാവാനാവുമോ, ഞാൻ ഈ എക്സാമിന് തയ്യാറായിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ എക്സാം പാസ്സായിട്ട് ജസ്റ്റ് പാസ്സായിട്ടെങ്കിലും അടുത്ത ഇയറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷൻസും നിങ്ങളെ അലട്ടുന്നുണ്ടാവാം. ഇവിടെയാണ് ലേൺവൈസിന്റെ എക്സാം സ്പെഷ്യൽ ഗൈഡിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോകത്തുള്ള ഒട്ടുമിക്ക പരീക്ഷകളും നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു പാറ്റേൺ കാണാനും അതുപോലെ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതിനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. പൊതുവെ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. നമ്മുടെ ഇഗ്നോയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ല. എന്നാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നതിനെ മുഴുവനായിട്ട് വിശകലനം ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് സമയനഷ്ടമാണ്, ഒരുപാട് ടാസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലേൺവൈസ് അതിനൂതനമായ ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അതായത് AI ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്യും. അതിൽ നിന്ന് വരാനിരിക്കുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിന്റെ ഉത്തരങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടും ഒരു ശതമാനക്കണക്കിലെ കാറ്റഗറൈസ് കൊണ്ടാണ് ഒരു ഡോക്യുമെന്റ് ഫോമിൽ ഈ എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്കായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. ഇവിടെ ശതമാനക്കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന ഒരു ചോദ്യം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടതുകൊണ്ട് അതൊരു 80% അടുത്ത എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഒരു 60-50% എക്സാമിന് വരാം എന്നിങ്ങനെയുള്ള രീതിയിൽ ഒരു ശതമാന കണക്കിലാണ് നമ്മൾ ചോദ്യങ്ങളെയും അതിനോടൊപ്പം ഉത്തരങ്ങളൊക്കെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ സബ്ജക്റ്റിലും 120 മുതൽ 150ഓളം പേജസ് ഉൾപ്പെടുന്ന കൺസൈസ് ഡോക്യുമെന്റ് ആയിട്ടാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ലേൺവൈസിന്റെ സ്റ്റുഡൻസിനോട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ടെന്ന് കരുതി പരീക്ഷ അടുപ്പിച്ച് മാത്രം പഠിക്കാൻ ഇരിക്കരുതെന്നും അതുപോലെ മറ്റ് ലേണിംഗ് മെറ്റീരിയൽസിനൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതും. നമ്മൾ എല്ലാ മെറ്റീരിയൽസിനും കൃത്യമായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് എക്സാം അടുപ്പിച്ചിട്ട് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡിനെയും കൂടി ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ എക്സാം അടുപ്പിച്ച് നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡ് മാത്രം പഠിച്ചു പോവുകയാണെങ്കിൽ വലിയ ഗംഭീര മാർക്കോടുകൂടി ജയിക്കാൻ സാധിക്കും എന്നൊന്നും പറയുന്നില്ല, ബട്ട് ജസ്റ്റ് പാസ് ആവാനുള്ള മാർക്ക് എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എല്ലാ സ്റ്റഡി മെറ്റീരിയൽസിനെയും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയതിനു ശേഷമാവണം എക്സാം സ്പെഷ്യൽ ഗൈഡിലേക്ക് നമ്മൾ വരേണ്ടത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സാം സ്പെഷ്യൽ ഗൈഡിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ ലേൺവൈസിന്റെ പുതിയൊരു ഫീച്ചറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.